നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലയണൽ മെസ്സിയുടെ അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമിക്ക് ഒരൽപ്പം ബുദ്ധിമുട്ടേറിയ ഒരു തുടക്കമാണ് ഈ പ്രീ സീസണിൽ ലഭിച്ചിട്ടുള്ളത്. 3 സൗഹൃദ മത്സരങ്ങൾ അവർ കളിച്ചു കഴിഞ്ഞു. ഒരു വിജയം പോലും നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, എൽ സാൽവദോറിന്റെ ദേശീയ ടീമിനെതിരെ സമനില വഴങ്ങി പിന്നീട് ദല്ലാസ് എഫ്സിയോട് അവർ ഒരു ഗോളിന് പരാജയപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഹിലാലിനോട് 3-4 ഗോളുകൾക്ക് ഇന്റർ മയാമി പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇന്റർ മയാമിക്ക് കൂടുതൽ മികച്ച താരങ്ങളെ ഇപ്പോൾ ആവശ്യമുണ്ട്. പ്രത്യേകിച്ചും മധ്യനിരയിലേക്ക് സെർജിയോ ബുസ്കറ്റ്സിനൊപ്പം കൂടുതൽ മികച്ച താരങ്ങളെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ആ സ്ഥാനത്തേക്ക് ഇപ്പോൾ അവർ 21 വയസ്സുകാരനായ അർജന്റീൻ താരത്തെ പരിഗണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഫെഡറിക്കോ റെഡോണ്ടയെയാണ് അവർ പരിഗണിച്ചു തുടങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം, അദ്ദേഹം ഇപ്പോൾ അർജന്റീനയുടെ ഒളിമ്പിക് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ആ ടീമിനോടൊപ്പമാണ് ഫെഡറിക്കോ റെഡോണ്ടയുള്ളത്. മധ്യനിര താരമാണ്. അർജന്റീൻ ക്ലബ്ബായ അർജന്റീനോസ് ജൂനിയേഴ്സിന്റെ താരമാണ് അദ്ദേഹം. അദ്ദേഹത്തെ സ്വന്തമാക്കാനാണ് ഇന്റർ മയാമിക്ക് ഇപ്പോൾ താല്പര്യമുള്ളത്. നേരത്തെ AC മിലാൻ ഈ താരത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തിയിരുന്നു. അത് ഫലം കാണാതെ പോവുകയായിരുന്നു. ഇന്റർ മയാമി ഈ ക്ലബിന് 5 മില്യൺ യൂറോയുടെ ഒരു ഓഫർ നൽകിയിരുന്നു. പക്ഷെ അത് ക്ലബ്ബ് നിരസിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ 10 മില്യൺ യൂറോയുടെ ഒരു ഓഫർ ഇന്റർ മയാമി നൽകിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഏതായാലും ഈ ഒരു യുവതാരത്തെ സ്വന്തമാക്കാൻ കഴിയുകയാണെങ്കിൽ അത് തീർച്ചയായും ഇന്ററിനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ ഒരു കാര്യമായിരിക്കും. നിലവിൽ മെസ്സിയെ കൂടാതെ തന്നെ നിരവധി അർജന്റീൻ യുവ പ്രതിഭകളെ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ടീം കൂടിയാണ് ഇന്റർ മയാമി. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.